ചരിത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇസ്ലാം ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥമായിരുന്ന മുസ്ലിം സമൂഹത്തിലേക്കു തന്നെ ഇത്തരം ചപലതകൾ കടന്നുവന്നു എന്നതാണ്. ഞാനിത് സംസാരിക്കുന്നത് കൊന്നുംപുറത്തിനടുത്തുള്ള കോട്ടശ്ശേരി അറയിൽ വെച്ചാണ്. കൊണ്ടോട്ടിയിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് എന്ന് കൃത്യമായി പറയാൻ നമുക്കെല്ലാവർക്കും കഴിയും. നമ്മുടെ ഏകദേശം ഒരു വിളിക്കപ്പുറത്തുള്ള സ്ഥലമാണ് കൊണ്ടോട്ടി എന്ന് പറയുന്നത്. ഈ കൊണ്ടോട്ടിയിലാണ് അന്ന് ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ബോംബെയിൽ നിന്ന് അഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു പട്ടാണി കൊണ്ടോട്ടിയിൽ വന്ന് താമസമാക്കുന്നത് 18-ാം നൂറ്റാണ്ടിൽ. ടിപ്പു സുൽത്താന്റെ പടയോട്ടം മലബാറിലേക്ക് മൈസൂരിൽ നിന്ന് നടക്കുന്ന സമയത്ത് അഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ബോംബെയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വേരുകൾ ഇറാനിലാണ്, പേർഷ്യക്കാരനാണ് അദ്ദേഹം കൊണ്ടോട്ടിയിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നു, കൊണ്ടോട്ടിയിൽ വന്ന് താമസമാക്കുന്നു. ഈ പണ്ഡിതൻ ഒരു ഷീഈ ആയിരുന്നു. അദ്ദേഹം ഒരു ഷിയാ വിശ്വാസക്കാരനായിരുന്നു. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഷിയാക്കളാണ് അള്ളാഹുവിന് പുറമെ നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന അദൃശ്യ ശക്തികളുണ്ട് എന്ന അന്ധവിശ്വാസം മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അത് ബഹുദൈവാരാധകരുടെ അന്ധവിശ്വാസമായിരുന്നു. ആ അന്ധവിശ്വാസം മുസ്ലിം സമൂഹത്തിനുള്ളിലേക്ക് സമർത്ഥമായി കടത്തിക്കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഷിയാക്കളാണ്. മുസ്ലിം സമൂഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ് തൊട്ടുടനെയുള്ള പതിറ്റാണ്ടുകളിൽ തന്നെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വേറിട്ടു പോയ ആളുകൾ, ആ ആളുകൾ ആണ് ഈ അന്ധവിശ്വാസം ജനങ്ങളെ പഠിപ്പിച്ചത്. ഇവിടെ കൊണ്ടോട്ടിയിൽ വന്ന് താമസമാക്കിയ അഹമ്മദ് ഷാ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഒരു ഷീഈ ആയതുകൊണ്ട് തന്നെ അതേ അന്ധവിശ്വാസം കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഷിയാക്കളുടെ എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടത്തി. അങ്ങനെയാണ് കൊണ്ടോട്ടി കുബ്ബയുണ്ടാകുന്നത്, കൊണ്ടോട്ടിയിലെ തഖിയാവുണ്ടാകുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൊണ്ടോട്ടിയിൽ പോയി നോക്കാം, കൊണ്ടോട്ടിയിലെ കുബ്ബ സന്ദർശിക്കാം. അവിടെ കെട്ടിയുയർത്തപ്പെട്ട കബറുകൾ കാണാം. ആ കുബ്ബയുടെ ആർക്കിടെക്ചർ പോലും, ആ കുബ്ബയുടെ വാസ്തുശില്പ മാതൃക പോലും കൃത്യമായ ഒരു ഷീഈ മാതൃകയാണ് എന്ന് പേർഷ്യൻ ആർക്കിടെക്ചറിനെ കുറിച്ച്, പേർഷ്യൻ വാസ്തുശില്പ കലയെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ കൃത്യമായി ഷിയാ വേരുകളുള്ള ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ കൊണ്ടോട്ടിയിലേക്ക് കടന്നു വരികയും കേരളത്തിലെ മുസ്ലിങ്ങളെ ഇസ്ലാം പഠിപ്പിക്കാത്ത തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും എന്ന അന്ധവിശ്വാസം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം കൊണ്ടോട്ടി തങ്ങളായി വാഴ്ത്തപ്പെട്ടു. നമ്മുടെ മലബാറിലേക്ക്, ഈ പ്രദേശങ്ങളിലേക്ക് ഈ രീതിയിലുള്ള ഒരു തങ്ങൾ സംസ്കാരം കടന്നു വരുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലാണ്. അദ്ദേഹം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ, കൊണ്ടോട്ടിയിലെ മാപ്പിളമാർക്കിടയിൽ തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തന്റെ ഷീഈ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും അള്ളാഹുവിന് പുറമെ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് നമ്മുടെ സഹായാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയും എന്നവരെ ഉത്ബോധിപ്പിക്കുകയും ആ ഉത്ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചടങ്ങുകൾ നിർമ്മിക്കുകയും ചെയ്തു. നിങ്ങൾ സംശയമുള്ളവർ ഇവിടെയുള്ള തലനറിച്ച ആളുകളോട് വെറുതെ ചോദിച്ചു നോക്കുക. നമ്മുടെ കേരളത്തിൽ വസൂരി വന്ന സമയത്ത്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വസൂരി രോഗം വ്യാപകമായ സമയത്ത് നമ്മുടെ വല്യുമ്മമാർ പാടിയ പാട്ടെന്തായിരുന്നു? എല്ലാവർക്കും അറിയാം. ആ പാട്ടിന്റെ ഈരടികൾ അവർ പാടിയത് മുസ്തഫ വൽ മുർസല വബ്നാഹുമ വൽ ഫാത്തിമ എന്നാണ്. അവർ പാടിയത്, ഞങ്ങൾക്ക് ഈ രോഗം മാറ്റിത്തരാൻ മുസ്തഫയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വൽ മുർസല അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, വബ്നാഹുമ അവരുടെ 2 മക്കളുണ്ട്, ഹസനും ഹുസൈനും ഉണ്ട് റളിയല്ലാഹു അൻഹും, അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുണ്ട്. ഇവരെല്ലാം ഞങ്ങൾക്ക് ഈ അസുഖം മാറ്റിത്തരാനുള്ളത് കൊണ്ട് ഞങ്ങൾ അവരെ വിളിക്കുന്നു, ഈ അദൃശ്യരായ ആത്മാക്കളെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ രോഗശമനത്തിനു വേണ്ടി ഞങ്ങൾ അർത്ഥിക്കുന്നു എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം പാടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. എവിടെ നിന്നാണ് കൃത്യമായ ഷിയാ ഈരടികൾ കേരളത്തിലേക്ക് കടന്നു വന്നത് എന്ന് ഗവേഷണം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെയാണ് കൊണ്ടോട്ടി തങ്ങളുടെ സ്വാധീനം എന്തുമാത്രം ദൂരവ്യാപകമായിരുന്നു കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവും ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു ഷീഈ തെരഞ്ഞെടുപ്പ്.
സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഈ സഹാബിമാരെ മാത്രം പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ട് രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കൃത്യമായും ഷിയായിസത്തിന്റെ എല്ലാ ഗന്ധവുമുള്ള ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായം എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഉത്തരം. കേരളത്തിലെ മാപ്പിള സാഹിത്യ പൈതൃകത്തിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്ന പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടുമെല്ലാം, ആ പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടുമെല്ലാം തന്നെ ഇതേ ആൾ വഴി, ഇദ്ദേഹത്തിന്റെ അനുയായികൾ വഴി, അദ്ദേഹത്തിന്റെ ചിങ്കിടികൾ വഴി കൊണ്ടോട്ടിയിലെ മാപ്പിളമാർക്കിടയിൽ പ്രചരിച്ചതാണ്. അങ്ങനെയാണ് കൊണ്ടോട്ടിയിൽ നേർച്ച തുടങ്ങുന്നത്. മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള നേർച്ച, സുന്നി മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള നേർച്ച, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് പരിചയമുള്ള നേർച്ച എന്ന് പറയുന്നത് സുന്നത്തായ ഒരു കാര്യം ഞാൻ നിർബന്ധമായും ചെയ്യുമെന്നൊരു വിശ്വാസി പ്രഖ്യാപിക്കലാണ്. മരണപ്പെട്ടവരുടെ ശവകുടീരങ്ങളോടനുബന്ധിച്ച് ആണ്ടുതോറും ഉത്സവങ്ങൾ നടത്തി ആ മരണപ്പെട്ടുപോയ ആളുകളോട് സഹായാർച്ചനകൾ നടത്തുന്ന ആണ്ടുനേർച്ച എന്ന പേരിലുള്ള ബഹുദൈവാരാധനാപരമായ സമ്പ്രദായം കൃത്യമായും ഒരു ശീഈ സമ്പ്രദായമാണ്. ആ സമ്പ്രദായം കൊണ്ടോട്ടിയിൽ നേർച്ച ഈ തങ്ങളുടെ കാർമ്മികത്വത്തിൽ ആരംഭിച്ചതോടുകൂടിയാണ് ആണ്ടുനേർച്ച എന്ന് പറയുന്ന സമ്പ്രദായം മലബാറിലെ മാപ്പിളമാർക്കിടയിൽ വ്യാപകമാകുന്നത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ, കൊണ്ടോട്ടി തങ്ങൾ മലബാറിലെ മാപ്പിളമാരോട് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനാണ്. ഇവിടെ ഈ കൊണ്ടോട്ടി തങ്ങളുടെ കാൽക്കൽ സുജൂദ് ചെയ്തതിന്റെ കഥകൾ ഒരുപക്ഷെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ഉപ്പയോ വല്ലിപ്പയോ പറഞ്ഞു കൊടുത്തത് ഇപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയും. ആരെങ്കിലും മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് പോകാനെന്ന് വഴിയുണ്ടായിരുന്നു. കൊണ്ടോട്ടി തങ്ങളുടെ ഒരു കത്ത് കിട്ടിയാൽ മതി. കൊണ്ടോട്ടി തങ്ങൾ അദ്ദേഹം ഒരു കുറിപ്പിൽ ഇന്ന ആൾ അദ്ദേഹം എന്റെ അനുയായിയാണ്, എന്റെ മുരീദാണ് എന്ന് എഴുതി അത് ഖബറിൽ മീസാൻ കല്ലിന്റെ മുകളിൽ കെട്ടിവെച്ചാൽ ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കിന് മനസ്സിലാകുമെന്നാണ്, ഇയാൾ കൊണ്ടോട്ടി തങ്ങളുടെ ആളാണ്, ഇയാൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മലക്ക് തിരിച്ചു പോവുകയും നേരെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരുടെ ലിസ്റ്റിൽ അയാളെ ഉൾപ്പെടുത്തുകയും ചെയ്യും എന്നത് അന്നത്തെ മാപ്പിളമാർക്കിടയിൽ നിലവിൽ വന്ന ഒരാചാരമായിരുന്നു. ഈ വിശ്വാസങ്ങൾ അദ്ദേഹത്തിലൂടെ കേരളത്തിലെ മാപ്പിളമാർക്കിടയിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തി എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. അല്ലെങ്കിലും കൊണ്ടോട്ടി തങ്ങൾ മാത്രമല്ല, കേരളത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് മതപരമായ സംസ്കരണ പ്രവർത്തനങ്ങളുടെ കൊടിയുമായി കടന്നു വന്നിട്ടുള്ള സൂഫി പണ്ഡിതന്മാർ, ആ സൂഫി പണ്ഡിതന്മാരിൽ നല്ലൊരു ശതമാനം കൃത്യമായ ശീഈ സ്വാധീനമുള്ള പേർഷ്യയിൽ നിന്നാണ് കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ എന്റെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചു സമയം നിർത്തി. എന്തിനാ? ബാങ്ക് വിളിച്ചപ്പോ ബാങ്ക് എന്ന് പറയുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ ആരെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അദാൻ എന്നാണ് പള്ളിയിൽ നമസ്കാരത്തിന്റെ സമയം അറിയിച്ചുകൊണ്ടുള്ള ഈ പ്രഖ്യാപനത്തിന് അറബി ഭാഷയിൽ പറയുന്ന പേര്. ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ആ പദത്തിന് ചെറിയൊരു ഭേദഗതി, ചെറിയ ഉച്ചാരണ ഭേദഗതി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരും അത് തന്നെയാണ് പറയുന്നത്. ബാങ്ക് എന്ന് എങ്ങനെയാണ് നമ്മുടെ പള്ളിയിൽ നിന്ന് നമസ്കാരത്തിന് വിളിക്കുന്ന ഈ പ്രാർത്ഥനാ ഭജനങ്ങൾക്ക് ബാങ്ക് എന്ന് വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടായത്? നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇതേ സമ്പ്രദായം കാണണമെങ്കിൽ ഇറാനിലേക്ക് വിമാനം കയറിയാൽ മതി, ടെഹ്റാനിൽ വിമാനം ഇറങ്ങിയാൽ മതി, ഇറാനിലൂടെ നിങ്ങൾ നടക്കൂ, അവിടെയുള്ള ശീഈ മുസ്ലിങ്ങളോട് സംസാരിക്കൂ. അവർ പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന അദാൻ കേട്ടാൽ അവർ പറയും ബാങ്ക് വിളിക്കുന്നു എന്ന്. കൃത്യമായി അവരുടെ ഒരു പദാവലി പോലും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഈ സ്വാധീനം പ്രവർത്തിച്ചത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. സ്വാഭാവികമായും മുസ്ലിങ്ങൾ അന്ധവിശ്വാസം